ാണ് പോകുന്നത്. റൗണ്ടിന്റെ പേര് ഹാപ്പി വേഴ്സസ് ഹാപ്പി എന്നാണ്. ഹാപ്പിനെസ് വേഴ്സസ് ഹാപ്പിനെസ്, അതിനെ ഒരു ത്രില്ലുള്ളതെന്ന് തോന്നുന്നു. ഹാപ്പിനെസ് വേഴ്സസ് ഹാപ്പിനെസ്. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി മൊമെന്റിലേക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോവാണ്. ഈ സന്തോഷത്തിൽ ആറാടിച്ചിട്ടാണ് നിങ്ങളെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വിടുക. ഓക്കെ, ഒരു സന്തോഷം തോന്നല്ലേ ചേട്ടാ? കുറച്ചുകൂടെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ മൂന്നുപേരോടും എങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് ചോദിക്കും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പോവാ ചേച്ചി. ഓക്കെ, സന്തോഷം മൂവിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയ സംഭവം അല്ലെങ്കിൽ സീൻ അല്ലെങ്കിൽ ഡയലോഗ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഡാഷ് ആയിരുന്നു? എന്റെ സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ആൻ ആക്ടർ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന എപ്പോഴും നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സംഭവം അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ സിനിമ എനിക്ക് പേഴ്സണലി ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്, ഇനിയിപ്പോൾ ഇത് നാളെ തിയേറ്ററിൽ വരുന്നുണ്ട്, 24-ാം തീയതി തിയേറ്ററിൽ വരും. ഞങ്ങളെല്ലാവരും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. ഇതൊരു സക്സസ് ആവണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആവാം, ആവാതിരിക്കാം. എന്തായാലും എന്നും സന്തോഷം എന്ന് പറയുന്നൊരു സിനിമ എൻ്റെ ഹൃദയത്തോട് ചേർന്നതായിരിക്കും. അനുവിന് എന്താ ഈ സന്തോഷം സിനിമയിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്തായിരുന്നു? ഏറ്റവും സന്തോഷം തോന്നിയൊരു സീൻ, സന്തോഷത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ആദ്യം ടെൻഷനായിരുന്നു കേട്ടോ. ഞങ്ങൾ റീല് ചെയ്യുന്ന അമ്മയും മോളുവാ, അച്ഛനാണ് നമ്മുടെ റീല് ഷൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു സീൻ ഉണ്ട്. ഞാൻ, അമ്മ, അനിയത്തി ഉണ്ട്, മല്ലികാമ്മയുണ്ട്. അപ്പൊ നമ്മളെല്ലാരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സീനാണ്. ഞാൻ റീൽ ഏതാന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയിലെ ഒരു അടിപൊളി സീനാണ് നമ്മൾ റീലായിട്ട് ചെയ്തേക്കുന്ന ആ സിനിമയില്. അതേതാന്ന് പറയുന്നില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചെയ്യാനായിട്ട്. അത് ഇല്ല ചെയ്യില്ല, സിനിമയിലുണ്ട് അത് റീല്. ആ റീലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനാണത്. ഷാൻജാനെ ഹെൽപ്പ് ചെയ്ത് തന്നെ കേട്ടോ അത് ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ അത് ചെയ്യുമ്പോ ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രിവ്യൂ കണ്ട ആ സീൻ കണ്ടപ്പോ എനിക്കത് ഇഷ്ടമായി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് സന്തോഷം തോന്നിയൊരു സീന്, ഷാൻചേട്ടൻ എനിക്ക് മുടി കെട്ടിത്തരുന്നൊരു ഷോട്ട് ഉണ്ട് പാട്ടിലൊക്കെ. അതും എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് എന്റെ അച്ഛനെയൊക്കെ ഇങ്ങനെ വേറെന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കുമ്പോ എന്റെ മാനു വന്നിട്ട് ചെറുപ്പത്തില് ഞാൻ കണ്ണെഴുത്തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഐലൈനർ എടുത്തിട്ട് വാല് ഇവിടെ മുതൽ ഇവിടം വരെ എത്തിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും മാനു. അതേപോലെ തന്നെ ഷാൻചേട്ടൻ ഒരുമാതിരി കോപ്പറേറ്റ് തരം കാണിക്കുന്ന ഒരു സംഭവമാണ് എന്റെ മുടി വെച്ചിട്ട്. പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. എനിക്ക് എന്റെ അച്ഛനെയൊക്കെ ഓർമ്മ വന്നു. എന്താ നോക്കിയാ അച്ഛനൊക്കെ ആയിട്ടാണ് ഓർമ്മ വരുന്നത്. അടിപൊളി. അടുത്ത ചോദ്യം ചോദിക്കട്ടെ, കരിയറിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച സിനിമയും കഥാപാത്രവും ഡാഷ് ആയിരുന്നു? ആരെയാണ്? എന്നെയാണോ? 3 പേർക്കും പറയാം. എന്താണ്? എന്റെ കരിയറിൽ, ഫിലിം കരിയറിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച സിനിമയും കഥാപാത്രവും ഡാഷ് ആയിരുന്നു. ചേട്ടാ, അതർ ദാൻ ദൃശ്യം അല്ലാതെ കുറെ സിനിമകളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഭയങ്കര ഇഷ്ടമാണ് അത്. റിലീസ് ആയതിനു ശേഷം അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചേച്ചി ഈ ക്യാരക്ടർ പറഞ്ഞാൽ മതി. അപ്പൊ ഇല്ല അല്ല, ദൃശ്യം അല്ലാതെ വേറെ കുറെ സിനിമകളൊക്കെ ഉണ്ട്. രാമലീലയില് കുറെ സീക്വൻസുകളുണ്ട് എനിക്ക് ഒരുപാട്. ചേട്ടൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, കണ്ടിട്ടുണ്ടോ വാട്സാപ്പില്? നമ്മള് വെള്ളിമുങ്ങയിലെ. ഓക്കെ, ആ സിനിമ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ഈ സാധനം ഭയങ്കര ഹിറ്റായി. ഈ എല്ലാവരും ചേട്ടനെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ചേട്ടാ എന്നാ നമുക്ക് മറ്റേ ആ പഴയ ഒരു കലാഭവൻ ഷാജൻ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടാണ്. അത് നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു സിനിമ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതിന്റെ റൈറ്ററും ഇതിന്റെ ഡയറക്ടറും ഒക്കെ അടുത്തൊരു ഹ്യൂമർ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അത് തന്നെ. ഇതിൽ ഹ്യൂമർ ആണോ അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആണോ? ഹ്യൂമർ ആയിട്ട് തന്നെയാണോ? എല്ലാം ഹ്യൂമർ അതിനകത്ത് ഉണ്ട്. ഹ്യൂമർ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എന്റെ ക്യാരക്ടർ ആണെങ്കിലും ആശയുടെ ക്യാരക്ടർ ആണെങ്കിലും മനുവിന്റെ ക്യാരക്ടർ ഒക്കെയാണ് എല്ലാവരും ഹ്യൂമർ ആണ്. അതെന്ന് പറഞ്ഞാല് നമ്മളൊരു തമാശ പടം എന്നുള്ള രീതിയിലല്ല, റിയലിസ്റ്റിക് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അനുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതർ ദാൻ രാമന്റെ ക്യാപ്റ്റനിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു റിയൽ ലൈഫ് ക്യാരക്ടറും എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സിനിമ കണ്ടിട്ട് ലളിതാമ്മയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അതെ നല്ല സിനിമയായിരുന്നു. അപ്പം അത് ഫേവറേറ്റ് ആണ്. ഓക്കെ, ഡാഷ് സിനിമയിലെ ഡാഷ് റോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്റെ സന്തോഷത്തിന് ചെറുതായിട്ടൊന്ന് കോട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും മിസ്സായി പോയ ക്യാരക്ടേഴ്സ് ഉണ്ടോ ചെയ്യാൻ പറ്റാത്ത? ഇപ്പൊ ഡേറ്റിന്റെ അല്ലെങ്കിൽ ഗംഭീര സിനിമയും ക്യാരക്ടറൊക്കെ? ഇല്ല, ചെയ്യാൻ പറ്റാത്ത സിനിമകളെ കുറിച്ച് പിന്നെ ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ നമ്മളത് മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല.